ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ 2023 നമ്മളുടെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ആ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണിത്. ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ദ ലൈൻ ജോയിനിങ് ഇറ്റ്സ് ഓപ്പോസിറ്റ് വേർട്ടിസസ്. ഒരു ചതുർഭുജത്തിന്റെ എതിർമൂലകൾ യോജിപ്പിക്കുന്ന വരകളാണുള്ള വികരണങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് ദ ഡയഗണൽസ് ഓഫ് എ പോളിഗൺ? അപ്പോൾ ഒരു പോളിഗണിന്റെ കേസ് വരുമ്പോൾ ബഹുഭുജങ്ങളുടെ വികരണങ്ങളോ? ദ ലൈൻസ് ഫ്രം വൺ വെർട്ടെക്സ് ടു ദ അഡ്ജസന്റ് ടു വെർട്ടേഴ്സസ് ആർ not diagonals, they are the sides of the polygon. Line to all other vertices are diagonals. ഒരു മൂലയിൽ നിന്നും തൊട്ടടുത്ത രണ്ട് മൂലകളിലേക്കുള്ള വരകൾ വികരണങ്ങളാകില്ല, അവ വശങ്ങളാകും. മറ്റെല്ലാ മൂലകളിലേക്കുമുള്ള വരകൾ വികരണങ്ങളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഈ മൂലയിൽ നിന്ന് ഞാൻ നേരെ അടുത്തുള്ള രണ്ട് മൂലകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് വശങ്ങളാണ്. മറ്റേ ബാക്കിയുള്ള മൂലകളിലേക്ക് വരക്കുമ്പോഴാണ് അത് ഡയഗണൽസ് ആവുക. ഓക്കെ, ഇനി in a quadrilateral only one diagonal can be drawn from one vertex. If we draw from all vertices we get 4 diagonals, but 2 among them are same. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഒരെണ്ണം വരച്ചു, ഈ മൂലയിൽ നിന്ന് ഒരെണ്ണം വരച്ചു, ഇവിടുന്ന് ഒരെണ്ണം വരച്ചു, ഇവിടുന്ന് ഒരെണ്ണം വരച്ചു. മൊത്തം ഓരോ മൂലയിൽ നിന്നും എനിക്ക് ഓരോ ഡയഗണൽസ് വികരണങ്ങൾ എനിക്ക് വരക്കാൻ പറ്റും. പക്ഷെ അതിൽ 2 അല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കി 2 സെയിം അല്ലേ? In a pentagon from one vertex 2 diagonals can be drawn. ചതുർഭുജത്തിന്റെ ഒരു മൂലയിൽ നിന്നും ഒരേ ഒരു വികരണമേ വരക്കാൻ പറ്റൂ. 4 മൂലകളിൽ നിന്നും ഇതുപോലെ വരച്ചാൽ 4 എണ്ണം കിട്ടും, പക്ഷെ 2 എണ്ണം ആവർത്തനമാണ്. പഞ്ചഭുജത്തിലായാലോ ഒരു മൂലയിൽ നിന്ന് 2 വികരണങ്ങൾ വരക്കാം, ആകെ 10 വികരണങ്ങൾ. 5 × 2 10, പക്ഷെ 5 എണ്ണം ആവർത്തിക്കുന്നതാണ്. ഓക്കെ, അതിനാൽ എന്ത് ചെയ്യണം? പകുതി എടുക്കണം. Therefore total number of lines is, ആകെ വികരണങ്ങളുടെ എണ്ണം 5 × 10. 5 × 2 10 വികരണങ്ങളല്ല, ആകെ വരകളുടെ എണ്ണമാണ് കേട്ടോ. ബട്ട് 5 among them are same, പക്ഷെ 5 എണ്ണം ആവർത്തിക്കുന്നതിനാൽ പകുതി എടുക്കണം. നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ പെന്റഗൺ, ആകെ വികരണങ്ങളുടെ എണ്ണം 5 × 2/2 എന്ന് എടുക്കണം. 5 × 2 10 ആണ്, 10ന്റെ പകുതി 5. Now complete the table given below. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ വിട്ട ഭാഗം എഴുതുക. ഈ ഒരു പട്ടിക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡയഗണൽസ് ഫ്രം വൺ വെർട്ടെക്സ്, ഒരു മൂലയിൽ നിന്നുമുള്ള വികരണത്തിന്റെ നീളം. ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ്. നോക്കിയേ, നമ്പർ ഓഫ് സൈഡ് 4 ആയപ്പോൾ നമ്പർ ഓഫ് ഡയഗണൽസ് ഫ്രം വൺ വെർട്ടെക്സ് 1 ആണ്. അപ്പോൾ 4 × 1/2 2. 5 ആയപ്പോൾ 2. 5 × 2/2 × 5. ഇനി 6 ആയപ്പോൾ 3. അപ്പോൾ 7 ആവുമ്പോൾ എത്രയായിരിക്കും? 4-ന് 1, 5-ന് 2, 6-ന് 3. ഇവിടെ nth ടേമും തന്നിട്ടുണ്ട്, n-3. അപ്പൊ n 7 ആണ്. 7-ന് 3 പോയാൽ എത്രയാ? 4. ഇനി n 10 ആകുമ്പോഴോ 10-ന് 3 പോയാൽ 7. ഇനി ഇപ്പുറത്തെ കാണണം. നോക്കിയേ, നമ്പർ ഓഫ് സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡയഗണൽസ് ഫ്രം വൺ വെർട്ടെക്സ് ബൈ 2 അല്ലേ? നോക്കിയേ, 4 × 1/2, 5 × 2/2, 6 × 3/2. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 7 × 4/2. 7 × 4 28, 28/2 14. ഇവിടെ എങ്ങനെ വരും? 10 × 7/2, 70, 70ന്റെ പകുതി 35. ഇനി ഇവിടെ എങ്ങനെയാ? ഈ നമ്പറുകളാണ് മൾട്ടിപ്പിൾ. അപ്പൊ n × n-3/2, n × n-3/2. ഓക്കെ, കണ്ടോ? ഈ ടേബിൾ കിട്ടിയാൽ തന്നെ നമുക്ക് മുകളിലെ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലും ഈ ടേബിൾ കിട്ടിയാൽ ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത്രയും നമുക്ക് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, മേലത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ കുറേ വായിച്ചു, അതിലൊന്നും നമുക്കൊരു ആവശ്യമില്ല. നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാൻ ഈ ടേബിളിലെ നമ്പറുകൾ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മക്കളെ എക്സാം അടുത്തു, അധികം ദിവസമില്ല. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഇത്രയും വർഷത്തെ നമ്മളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒറ്റ വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് പാസ്സാവുക എന്നുള്ള ഒറ്റ വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പറ്റുള്ളൂ. ഓക്കെ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക.
പഠിച്ച സാധനം പോയിട്ട് എഴുതുക, അതിനുള്ളത് മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഡു യുവർ ലെവൽ ബെസ്റ്റ്. നിങ്ങൾ ആരാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണ്, അത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഷോർട്ട് ടൈം. സോ ഡു യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.